Hi friends, SN Creations by Tahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പാറ്റേൺ സെപ്പറേറ്റ് ഡ്രോ ചെയ്തിട്ടില്ല. ഞാൻ നമ്മുടെ മെറ്റീരിയലിൽ കറക്റ്റ് ആയിട്ട് പാറ്റേൺ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് എത്രയെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ താഴത്തായിട്ട് ഒരു 3 ലെയറിലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ചെറിയ ചെറിയ റൗണ്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടുപ്പിച്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത്. 3 ലെയറിലായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. അപ്പം പ്രത്യേക ഒരു പാറ്റേണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെക്കാണോ വേണ്ട അതനുസരിച്ച് ഈ 3 ലെയറിലായിട്ട് ഇത് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നേടി ഇതുപോലെയുള്ള ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നമ്മൾ എടുത്തേക്കുന്ന ത്രെഡ് എന്ന് പറയുമ്പോൾ നോർമൽ സ്വിങ് ത്രെഡാണ്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഇതുപോലുള്ള അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് എടുത്തേക്കുന്നത്. ചെറിയ റൗണ്ട് ഷേപ്പ് കൊടുത്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് കിടക്കാം. സെൻറ്ററിലായിട്ട് ഞാനൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 5 or 6 കട്ട് ബീഡ് വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിന് ചുറ്റും കട്ട് ബീഡ് വെക്കുമ്പോഴും ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ 3 ലെയറിൽ ഫുള്ള് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അത്യാവശ്യം നല്ല അടുപ്പിച്ച് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. 2 സ്ലീവിലും ഈ സെയിം വർക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ താഴത്ത് 3 ലെയറിലായിട്ട് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. മിഡിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 6 കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. നമുക്ക് 2 സ്ലീവിലും ഈ സെയിം വർക്ക് തന്നെ ചെയ്യാം. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സും ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് ഉള്ളതെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. ഞാൻ ആൻറ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ ആയാലും ഒരുപോലെ തന്നെയാണ് വർക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN Creations by താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.